ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ തക്കാളി ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയുള്ള സാധനങ്ങളാണ്. എന്ത് വേണം? നമുക്ക് സവാള വേണം, ഇങ്ങനെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. പിന്നെ അതുപോലെ തക്കാളി വേണം, പിന്നെ മുളക് പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം. അയ്യോ, ഓണാകുന്നില്ല, താഴെ ഓഫ് ചെയ്തിട്ടേക്കായിരുന്നു. ഓക്കെ, ഒന്നുകൂടി ഓൺ ചെയ്ത് നോക്കാം. യെസ് ഓണായി. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് വറ്റട്ടെ കേട്ടോ. ഇതിലൊരു കഴിക്കേണ്ട വെള്ളമുണ്ട്, അത് നന്നായിട്ട് വറ്റി കഴിഞ്ഞു. ഓക്കെ, നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഓയിലാട്ടോ യൂസ് ചെയ്യണേ, നിങ്ങൾ ഓയിലോ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് എന്തിട്ട് കൊടുക്കാം? നമുക്കിതിലേക്ക് സവാള ഇടാം. എന്നിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കേട്ടോ. ഉപ്പിട്ട് എന്തിനാ കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വാടി കിട്ടാനാണ് ഉപ്പ്. നമ്മൾ ഏത് ഇതിലും എന്ത് കറിയിലായാലും നമ്മൾ സവാള ഇട്ട് കഴിഞ്ഞ് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വേഗം വാടി നമുക്ക് കിട്ടും. നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ, നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം നമ്മൾ ഈ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ മിക്സിങ്ങിലാണ് കാര്യം. നന്നായിട്ട് മിക്സ് ചെയ്യണം, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ ഒരു കയ്യിൽ പിടിച്ചാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെരിഞ്ഞൊക്കെ പോണത്, ക്ഷമിക്കുക. ഓക്കെ, അത് നമുക്കിനി മുളക് പൊടി ഇടാം കേട്ടോ. മുളക് പൊടി എൻ്റെ തീർന്നു, ഇനി എനിക്ക് പകർത്തില്ല. ഓക്കെ, അപ്പോൾ മുളക് പൊടി ഇടണം, ആവശ്യത്തിനുള്ള മുളക് പൊടി. ഇപ്പോൾ നമുക്ക് എരിവ് വേണ്ടാത്തവരാണെങ്കിൽ അതനുസരിച്ച് ഇടാം, എരിവ് വേണമെന്നുള്ളവരൊക്കെ ആണെങ്കിൽ അതനുസരിച്ചിടാം. എരിവ് കൂടുതൽ, അപ്പോൾ ഞങ്ങൾക്ക് ഇത്തിരി എരിവ് വേണം, അതുകൊണ്ട് ഞാൻ ഇത്ര മുളക് പൊടി ഇട്ടു. കണ്ടില്ലേ നിങ്ങളളവ്? ഇനി അടുത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ, കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടു, നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. കാരണം ഇതിനൊരു പച്ചമണം വന്നു കഴിഞ്ഞാൽ നമ്മൾ തക്കാളി ഇടുന്ന നേരത്ത് തക്കാളിയിൽ വെള്ളത്തിൻ്റെ അംശമുണ്ട്. അപ്പോൾ അതും ഈ മുളകിൻ്റെ ഇതാകുമ്പോൾ ഭയങ്കര കുത്തായിരിക്കും, നമുക്ക് അടുക്കളയിൽ നിൽക്കാൻ പറ്റില്ല, ഭയങ്കര, പിന്നെ ടേസ്റ്റും കുറയും. അപ്പോൾ നന്നായിട്ട് വാടണം. ഓക്കെ, നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, തിളയ്ക്കുന്നു. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം ഇതിനകത്തെ വെള്ളവും തക്കാളിയുടെ വെള്ളവും വെളിച്ചെണ്ണയൊക്കെ ആയിട്ട് മിക്സായി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ പിടിച്ച് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് ചോറുണ്ണാൻ വേറെ ഒന്നും വേണ്ട, ഇത് മതി കേട്ടോ. ഈ ഒരു ചമ്മന്തി മതി, നമുക്ക് ചോറ് എത്ര വേണമെങ്കിലും കഴിക്കാം, അത്ര ടേസ്റ്റാണ്. നമുക്ക് മൂടി വയ്ക്കാം കേട്ടോ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം ഒന്ന് കുക്കായി കിട്ടാനാണ്, ഒന്ന് മൂടി വയ്ക്കാൻ. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വേഗം ഒന്ന് വാടി കിട്ടും. ഓക്കെ, ഇത് തുറന്ന് നോക്കി ഞാൻ, അപ്പോൾ ഇങ്ങനെ ഒരുവിധം വാടിയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്ത് നമ്മൾ ഇടയ്ക്കിട്ട് കൊടുക്കണം, മൂടി വെച്ചാൽ നമ്മൾ തുറന്നിടയ്ക്കിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ തക്കാളി ചമ്മന്തി റെഡി ആയിട്ടോ. ഇതാണ് തക്കാളി ചമ്മന്തി. ഓക്കെ, ടാറ്റാ.